നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,458ാമത്തെ ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ചിങ്ങമാസം 20-ാം തീയതിയാണ്. ശകവർഷം 1947, ഭാദ്രപദ മാസം 14-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ശുക്ലപക്ഷമാണ്. തിഥി ത്രയോദശി തിഥിയാണ്. അത് 3:13 വരെയുള്ള രാത്രിയിൽ 3:13 വരെയുള്ള സമയത്ത് ത്രയോദശി തിഥി വരുന്നുണ്ട്. കരണം വരുന്നത് പന്നിക്കരണമാണ്. വൈകിട്ട് 3:45 വരെയുള്ള സമയത്താണ് പന്നിക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് ശോഭനനാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 1:52 വരെ ആണ് ഈ നിത്യയോഗമുള്ളത്. ഇന്ന് നാൾ തിരുവോണമാണ്. തിരുവോണം നക്ഷത്രം 11:38 വരെയുള്ള ഉച്ചയ്ക്ക് 11:38 വരെയുള്ള സമയത്താണ് തിരുവോണം നക്ഷത്രം ഉള്ളത്. ഞാറ്റുവേല പൂരം ഞാറ്റുവേലയാണ്. വർഷ ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വെള്ളി. ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വൈകിട്ട് 6:27 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം 12 മണിക്കൂർ 9 23 ദിനമാനത്തിൻ്റെ പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. അത് ക്രമേണ ദക്ഷിണായന കാലമാകയാൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് 1:54 തുടങ്ങി 3:25 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 9:20 മുതൽക്ക് 10:51 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 6:18 തുടങ്ങി 7:49 വരെയുള്ള സമയത്താണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന മിഥുനക്കൂറുകാർക്കാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭപ്രദമല്ല. പുതിയ നൂതന കാര്യങ്ങൾ തുടങ്ങുന്നതും പ്രധാനപ്പെട്ട യാത്ര ഇവയൊക്കെയും ഇന്ന് ഒഴിവാക്കേണ്ടതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:59 തുടങ്ങി 12:21 വരെയും തുടർന്ന് മധ്യത്തിലുള്ള 4 മിനിറ്റ് വർദ്ധിച്ച് 12:25 മുതൽക്ക് 12:47 വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം. മറ്റൊരു മുഹൂർത്തമില്ലാതെ വരികയും വളരെ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തത്തിൽ മറ്റൊന്നും നോക്കാതെ ചെയ്യാവുന്നതാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ഇന്ന് തിരുവോണം നക്ഷത്രമാണ്. വിശേഷപ്പെട്ട ദിവസമാണ്. പ്രതിഷ്ഠാദി കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, ഉപനയനം മുതലായിട്ടുള്ള കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ശാന്തി പൗഷ്ടിക കർമ്മങ്ങൾക്കും അനുയോജ്യമാണ്. തിഥി വരുന്നത് ത്രയോദശി തിഥിയാണ്. യാത്രയ്ക്കും അതുപോലെ ഭൂഷണധാരണത്തിനും വ്രതം എടുക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വിശേഷിച്ച് ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് രാവിലെ കുളിച്ച് പൂക്കളം ഉണ്ടാക്കുക, മഹാബലിയെയും വാമനനെയും ആവാഹിച്ച് പൂജകൾ നടത്തുക, വിശിഷ്ട ഭോജ്യങ്ങളോടുകൂടിയുള്ള ഓണസദ്യ നടത്തുക. ഇന്നേ ദിവസം വാമനാവതാരം കൂടിയാണ്. വാമനൻ മഹാബലിയെ ഉയർത്തി അതലം എന്ന് പറയുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ഇന്ദ്രനായി വാഴിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള ദിവസമാണ്. ആ വാമനൻ്റെ അനുഗ്രഹത്തോടു കൂടി മഹാബലി എല്ലാ വർഷവും നമ്മളെ വന്ന് കാണും എന്ന് ആണ് നമ്മുടെ വിശ്വാസം. അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമസ്കാരം.